സജി ചെറിയാൻ പിണറായി മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സാംസ്കാരികവും ഫിഷറീസും ഉൾപ്പെടെ നേരത്തെ ഭരിച്ചിരുന്ന വകുപ്പുകൾ തന്നെ സജി ചെറിയാന് ലഭിച്ചേക്കും. സജി ചെറിയാൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തിന്റെ മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവവും പ്രതിജ്ഞ ചെയ്യും. പിണറായി മന്ത്രിസഭയിലേക്ക് സജി ചെറിയാന്റെ മടക്കത്തിന് അതിവേഗം. രാജ്ഭവനിലാണ് ചടങ്ങിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുറമെ ഇടതുമുന്നണി നേതാക്കളും സജി ചെറിയാന്റെ കുടുംബവും നാട്ടുകാരും പങ്കെടുത്തു. ഗവർണറും മുഖ്യമന്ത്രിയും പൂച്ചെണ്ട് നൽകി പുതിയ മന്ത്രിയെ അനുമോദിച്ചു. ഗവർണറുടെ ചായ സൽക്കാരത്തിന് ശേഷം സജി സെക്രട്ടേറിയറ്റ് അനക്സിലെ പഴയ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു. പഴയ വകുപ്പുകൾ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. മറ്റു മന്ത്രിമാരെ ഏൽപ്പിച്ച നേരത്തെ ഞാൻ കൈകാര്യം ചെയ്ത വകുപ്പുകൾ, ആ വകുപ്പുകളെല്ലാം പൂർണ്ണമായി എന്നെ ചുമതലപ്പെടുത്തിയാൽ ആ ഒരു തീരുമാനം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതിപക്ഷം സജി ചെറിയാൻ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചു. ബിജെപി നേതാക്കളും പങ്കെടുത്തില്ല. മന്ത്രി കസേരയിൽ തിരിച്ചെത്തിയെങ്കിലും വിവാദ പ്രസംഗത്തിന്റെ പേരിലുള്ള നിയമപോരാട്ടം സജി ചെറിയാൻ തുടരേണ്ടിവരും. ന്യൂസ് 18 തിരുവനന്തപുരം. സജി ചെറിയാനെ നിയമവ്യവസ്ഥ പ്രകാരം കുറ്റവിമുക്തനാക്കിയിട്ടില്ല എന്ന് വി.ഡി. സതീശൻ. സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തുകയോ വീഡിയോ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല. ഗോൾവാക്കറുടെ വിചാരധാരയിലെ കാര്യങ്ങളാണ് സജി ചെറിയാൻ പറഞ്ഞത്. UDF ഗവർണറുടെ കൂടെയുമല്ല, മുഖ്യമന്ത്രിയുടെ കൂടെയുമല്ല. രണ്ടുപേരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഭരണഘടനയെ അധിക്ഷേപിച്ച പ്രസംഗത്തെ സംബന്ധിച്ചൊരു കേസ് നിലവിലുണ്ട്. ആ കേസ് ഇപ്പോഴും കോടതിയുടെ മുമ്പിലാണ്. വീണ്ടും ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലനിൽക്കുന്നു. ആ ഹൈക്കോടതിയോ മജിസ്ട്രേറ്റ് കോടതിയിലോ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടത്തി സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. ഇവിടെ പോലീസ് അന്വേഷിച്ചു. ഈ പോലീസ് സാക്ഷിമൊഴികൾ പോലും രേഖപ്പെടുത്തിയിട്ടില്ല. 39 പേര് മൊഴിയെടുത്തിട്ട്. സജി ചെറിയാൻ വിഷയത്തിൽ ഗവർണർ മലക്കം മറിഞ്ഞുവെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി നടത്തിയ ചില ഓപ്പറേഷനുകളെ തുടർന്നാണോ ഗവർണറുടെ നിലപാട് മാറ്റമെന്ന് സംശയിക്കുന്നതായും മുരളീധരൻ ആരോപിച്ചു. സജി ചെറിയാൻ മന്ത്രിയായാൽ വീണ്ടും രാജിവെക്കേണ്ടി വരുമെന്ന് BJP ദേശീയ വക്താവ് പ്രകാശ് ജാവ്ദേക്കർ. ഭരണഘടനയെ സംരക്ഷിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ വ്യക്തിയാണ് അതിനെ അധിക്ഷേപിച്ചത്. ഇത്തരത്തിൽ വിവാദ പരാമർശം നടത്തിയ ആളെ വീണ്ടും മന്ത്രിയാക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. സജി ചെറിയാൻ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും ജാവ്ദേക്കർ പറഞ്ഞു. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ BJPയുടെ ഭരണഘടനാ സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഗവർണർ പോരിൽ നിർണായക വഴിത്തിരിവ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനം ചേരാൻ സർക്കാർ തീരുമാനിച്ചു. ഇരുഭാഗവും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലിലെ മഞ്ഞുരുക്കൽ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. നാളെ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് സഭാ സമ്മേളനത്തിനുള്ള തീയതി നിശ്ചയിക്കും. സർവകലാശാല വിഷയത്തിൽ തുടങ്ങിയ ഭിന്നത മുഖ്യമന്ത്രിയും ഗവർണറും നേരിട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ നീണ്ടു. ഇടതുമുന്നണിയുടെ രാജ്ഭവൻ മാർച്ച് ഗവർണർക്ക് പ്രതിരോധം തീർത്ത BJP ഇരുപക്ഷത്തെയും കുറ്റപ്പെടുത്തി പ്രതിപക്ഷം. അത്തരത്തിൽ അത്യന്തം സംഘർഷം നിറഞ്ഞ സർക്കാർ ഗവർണർ ബന്ധം അതാണ് സമവായ വഴിയിലേക്ക് ഇപ്പോൾ നീങ്ങുന്നത്. സർക്കാരിനെ അധികം സമ്മർദ്ദത്തിലാക്കാതെ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയ ഗവർണറാണ് വിട്ടുവീഴ്ചയുടെ സൂചനകൾ ആദ്യം നൽകിയത്. അത് അംഗീകരിച്ച് സർക്കാരും അതേ മാർഗത്തിലെത്തി. സർക്കാരിനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്ന ഗവർണറെ കൊണ്ട് സർക്കാരിന്റെ നയം ഉടൻ പ്രഖ്യാപിക്കേണ്ട എന്നതായിരുന്നു മുൻ നിലപാട്. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം അവസാനം ചേർന്ന നിയമസഭാ സമ്മേളനം ഈ മാസവും തുടരാൻ ആലോചിച്ചത്. എന്നാൽ നിയമസഭയുടെ 7ാം സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞതായി ഗവർണറെ അറിയിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അതോടെ പുതിയ കലണ്ടർ വർഷത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം തുടങ്ങേണ്ടി വരും. നിയമസഭയുടെ ബജറ്റ് സമ്മേളനമാണ് ഇനി ചേരേണ്ടത്. ജനുവരി അവസാന ആഴ്ച നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ചേരും. നാളത്തെ മന്ത്രിസഭാ യോഗം ഇതിന്റെ സമയക്രമം നിശ്ചയിക്കും. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി ആലോചിച്ചാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്.
സർവകലാശാല ഭേദഗതി അടക്കമുള്ള പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർക്കെതിരെ തുടർന്ന് എന്ത് സമീപനം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നതിനോട് വ്യക്തിപരമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യോജിപ്പില്ലായിരുന്നു. എങ്കിലും ഭരണഘടനാപരമായ ഉത്തരവാദിത്തം എന്ന നിലയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകുകയാണ് ഉണ്ടായത്. സർക്കാരും അതുതന്നെയാണ് ചെയ്യുന്നത്. നയപ്രഖ്യാപന പ്രസംഗമെന്ന ഭരണഘടനാ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഗവർണറെ സർക്കാരും അനുവദിക്കും. എത്രനാൾ ഈ മഞ്ഞുനഗരം സമവായ പാതയും ഇരുപക്ഷവും തുടരുമെന്നതാണ് അറിയേണ്ടത്. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഇടയിലുള്ള ഇടനിലക്കാർ BJP നേതാക്കളെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷം നേരത്തെ മുതൽ ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങൾ ശരിയാണെന്ന് തെളിയുകയാണ്. കേരളത്തിന്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണം. ബഫർ സോൺ വിഷയത്തിൽ 26,000 പരാതികൾ ലഭിച്ചിട്ടും 18 പരാതികൾ മാത്രമാണ് പരിശോധിച്ചത്. വനാതിർത്തിയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ പരിഭ്രാന്തിയിലാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഗവർണറും ഗവൺമെന്റും ഒന്നാണെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷം എന്നും നെഗറ്റീവാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ട്രേഡ് യൂണിയൻ തർക്കത്തെ തുടർന്ന് കൊച്ചി ഏലൂരിൽ വ്യവസായ സ്ഥാപനം പൂട്ടി. രാജ്യത്തെ പ്രമുഖ ലോജിസ്റ്റിക്സ് സ്ഥാപനമായ VRL ആണ് കൊച്ചി വെയർഹൌസിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. 1 ടൺ ചരക്ക് കയറ്റിറക്കിനുള്ള കൂലി 140 നിന്ന് 200 ഉയർത്തണമെന്ന ആവശ്യത്തിൽ CATU ഉറച്ചു നിന്നതോടെയാണ് തീരുമാനം. വ്യവസായ മന്ത്രി P രാജീവിന്റെ മണ്ഡലത്തിലുള്ള സ്ഥാപനത്തിനാണ് ഈ ദുർഗതി. 1 ടൺ ചരക്ക് കയറ്റിറക്കുന്നതിനായി 140 രൂപയാണ് തൊഴിലാളികൾക്ക് നൽകി വന്നത്. ഇത് ഒറ്റയടിക്ക് 200 ഉയർത്തണമെന്ന് യൂണിയനുകൾ ആവശ്യപ്പെട്ടു. 20 രൂപ വർദ്ധിപ്പിച്ച് 120 രൂപ നൽകാമെന്ന് മാനേജ്മെന്റ് സമ്മതിച്ചു. INTC തൊഴിലാളികൾ ഇതിനോട് യോജിച്ചു. എന്നാൽ 200-ൽ താഴെയുള്ള കൂലി അംഗീകരിക്കില്ലെന്ന കർശന നിലപാടിൽ CATU ഉറച്ചു നിന്നു. ഇതോടെ സ്ഥാപനം അടച്ചുപൂട്ടുകയാണെന്നറിയിച്ച് കമ്പനി ലേബർ ഓഫീസർക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു. ഇവിടുത്തെ ഇതിന്റെ എഗ്രിമെന്റിന്റെ ഇത് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് അതിനോട് അനുബന്ധിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം ഇതായിട്ട്. അപ്പൊ നമ്മളൊരു റേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മേലെ മറ്റ് യൂണിയൻ അതിന് കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഈ സ്ഥാപനം നിലനിന്ന് പോകണം, INTCയുടെ ഇത് നിലനിന്ന് പോകണമെന്നുള്ള ഇതാണ്. ഏലൂർ വെയർഹൌസിലേക്കുള്ള ചരക്ക് വരവ് ഒരാഴ്ചയായി നിർത്തിവച്ചിരിക്കുകയാണ്. കയറ്റിറക്ക് തൊഴിലാളികൾ, കമ്പനി ജീവനക്കാർ, ഡ്രൈവർമാർ, സുരക്ഷാ ജീവനക്കാർ തുടങ്ങി 100-ലധികം പേരാണ് തൊഴിൽരഹിതരായത്. ഇവിടെ ഒരു 3 ബാച്ചാണ്, 3 ഷിഫ്റ്റില് 22 വെച്ചാണ് ഒരു ഇതിൽ 63 പേര് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് 3 ഷിഫ്റ്റായിട്ട്. അതില് ഒരുമിച്ച് CATU തൊഴിലാളി മാത്രം കേട്ടാ. അത് CATUം അതിന്റെ ഒരുമിച്ച് വിഷയങ്ങൾ ഇവിടെ ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത വിഷയം വന്നപ്പോഴാണ് ഇത് അടക്കാനുള്ള തീരുമാനം അയക്കണം തോന്നുന്നു. വ്യവസായ മന്ത്രി P രാജീവിന്റെ മണ്ഡലത്തിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ജില്ലയിലെ വ്യാവസായിക സ്ഥിരാകേന്ദ്രവുമാണ് ഏലൂർ. മന്ത്രിയും CATU നേതാക്കളും അടിയന്തരമായി ഇടപെട്ട് പ്രശ്നം ഒത്തുതീർപ്പാക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ വാർത്തകൾ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ. മഹാ ഇടയന് വിട. പോപ്പ് എമരിറ്റസ് ബെനഡിക്ട് 16-ന്റെ സംസ്കാര ചടങ്ങുകൾ. തത്സമയ വിവരണവുമായി കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയും KRLCC ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിലും. ന്യൂസ് 18-ൽ തത്സമയം നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ. PFI സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടിക്ക് റവന്യൂ വകുപ്പിന് സഹായം ഉറപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം. സെപ്റ്റംബർ 23-ലെ അക്രമക്കേസുകളിലെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട 3785 പേരുടെ വിശദവിവരങ്ങൾ കൈമാറാനും നിർദ്ദേശമുണ്ട്. സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കണം. റവന്യൂ റിക്കവറി നടപടികളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അടങ്ങിയ കോൺഫിഡൻഷ്യൽ ഫയൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് DGPയുടെ ഓഫീസിലേക്ക് കൈമാറി. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ ഉൾപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സ്വത്ത് കണ്ടുകെട്ടൽ വൈകുന്നതിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ നടപടികൾ വേഗത്തിലാക്കിയത്. കഴിഞ്ഞ സെപ്റ്റംബർ 23-ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഹർത്താലിലെ അക്രമ സംഭവങ്ങളിൽ 5.2 കോടി രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതായാണ് കണക്കുകൾ. ഇത് വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായാണ് 14 ജില്ലകളിലെയും പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ ഉൾപ്പെട്ട 3785
125 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വിശദാംശങ്ങൾ റവന്യൂ വകുപ്പിന് കൈമാറാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വകുപ്പ് തല നടപടികൾ പുരോഗമിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കാനും ആഭ്യന്തര വകുപ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ കോൺഫിഡൻഷ്യൽ ഫയലിൽ പരാമർശമുള്ളതായാണ് സൂചന. സ്വത്ത് കണ്ടുകെട്ടൽ നടപടിയുമായി ബന്ധപ്പെട്ട പോലീസ് മുന്നൊരുക്കങ്ങൾ ഏകോപിപ്പിക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് ചുമതലപ്പെടുത്തിയതായാണ് വിവരം. 1 മാസത്തിനകം റവന്യൂ റിക്കവറി നടപടി പൂർത്തിയാക്കുമെന്നായിരുന്നു കഴിഞ്ഞ ഡിസംബർ 23-ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് ജനുവരി 15-ന് മുമ്പ് നടപടികൾ പൂർത്തിയാക്കി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയ്ക്ക് പിന്നാലെ നഴ്സ് മരിച്ച സംഭവത്തിൽ പോലീസ് നടപടിയിൽ വീഴ്ച ആരോപിച്ചു കുടുംബം. പ്രാഥമിക വിവര റിപ്പോർട്ടിലടക്കം ഭക്ഷ്യവിഷബാധ എന്ന് എഴുതാത്തത് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം രംഗത്ത് വന്നത്. അതേസമയം ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കാനാണ് പോലീസ് തീരുമാനം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഹോട്ടൽ തുറന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ നഗരസഭ സസ്പെൻഡ് ചെയ്തു. കോട്ടയം നഗരസഭയിൽ ഇടത് ജീവനക്കാരുടെ പ്രതിഷേധം. മുനിസിപ്പൽ ചെയർപേഴ്സണെ ഇടത് സംഘടനാ ജീവനക്കാർ ഉപരോധിച്ചു. നഗരസഭാ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്ത നടപടിയിലാണ് പ്രതിഷേധം. നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയമാണ് എന്നാണ് ജീവനക്കാരുടെ ആരോപണം. യുവ സംവിധായിക നയന സൂര്യന്റെ മൃതദേഹം കണ്ടെത്തിയ കിടപ്പുമുറി അകത്തുനിന്ന് പൂട്ടിയിരുന്നോ എന്നതിൽ അവ്യക്തത. ഇറുകെ അടഞ്ഞിരുന്ന വാതിൽ ഒപ്പം ഉണ്ടായിരുന്നവർ 3-4 തവണ തള്ളിയപ്പോൾ തുറന്നുവെന്ന് നയനയുടെ സുഹൃത്ത് മെറിൻ ന്യൂസ് 18നോട് പറഞ്ഞു. DCP V അജിത്ത് നിർദ്ദേശിച്ച പ്രകാരമുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ACP JK ദിനിൽ ഉടൻ സമർപ്പിക്കും. തൃക്കാക്കര ബലാത്സംഗ കേസിൽ CI PR സുനുവിന് ക്ലീൻ ചിറ്റ് നൽകി പോലീസ് റിപ്പോർട്ട്. സുനുവിനെതിരെ തെളിവില്ലെന്നും ഭർത്താവിന്റെ സമ്മർദ്ദം കൊണ്ടാണ് പരാതി നൽകിയതെന്നും പരാതിക്കാരി മൊഴി നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തൃക്കാക്കര ACPയുടെ റിപ്പോർട്ട് DGPക്ക് കൈമാറി. കവിയും ഗാനരചയിതാവുമായ BR പ്രസാദ് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് 2 മാസത്തോളമായി തിരുവനന്തപുരത്തും കോട്ടയത്തുമായി ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച ആലപ്പുഴ മങ്കോമ്പിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വിധു പ്രസാദാണ് ഭാര്യ. കവി പ്രസാദ്, ഇള പ്രസാദ് എന്നിവരാണ് മക്കൾ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മരണത്തിൽ അനുശോചിച്ചു. കലാമധുരം. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ GTechലൂടെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 349 പോയിന്റുമായി കണ്ണൂർ ജില്ല മുൻപിൽ. ആതിഥേയരായ കോഴിക്കോട് 347 പോയിന്റുമായി തൊട്ടുപിന്നിലുണ്ട്. പാലക്കാട് 340 പോയിന്റുകളോടെ 3ാം സ്ഥാനത്താണ്. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ GTechലൂടെ. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.